ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജോണാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ കേക്ക് അല്ലെങ്കിൽ വെട്ട് കേക്ക് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണോളം ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇവിടെ മിക്സിയിൽ 3/4 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി അല്ലെങ്കിൽ അതിൻ്റെ കുരു ചേർത്താലും മതി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് നമ്മുടെ ഫ്ലോറിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ലൊരു ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വാനില എസൻസ്, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണുള്ള വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഡ്രോപ്പോളം ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് നല്ല രീതിയിൽ ഒരു ചപ്പാത്തി പരുവത്തിൽ പോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇതാ ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പുറത്ത് നല്ല രീതിയിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈ ആയി പോവും. അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഓയിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൊരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഇതാ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്നും കൂടി കുഴച്ച് എടുക്കണം. അപ്പം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മൾ കുഴച്ചിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. ഇതാ ഞാൻ സിലിണ്ടർ ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതുപോലെ ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്ത പീസസ് നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി, ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കിയൊക്കെ ഒന്ന് കൊടുക്കണം. അതിൻ്റെ ആ ഒരു എഡ്ജൊക്കെ ഷാർപ്പായിരിക്കുന്നതൊക്കെ ഒന്ന് കർവ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുത്തിട്ട് വരണം.
ഇതാ അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ നമ്മളങ്ങനെ ആഴത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നോർമലായിട്ടുള്ള എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കടലൊക്കെ വാങ്ങിക്കുമ്പോൾ വെട്ടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ വെട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഓരോന്നിട്ട് പൊരിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം മുരിഞ്ഞിട്ട് അകം വേകാതിരിക്കും. ഇതാ നമ്മുടെ വെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.